ലയണൽ മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് തടുത്താൽ നിങ്ങളെ ലോകം ഹീറോ എന്ന് വിളിക്കും. അപ്പോൾ മെസ്സിയുടെ 3 കിക്കുകൾ തടുത്തിടുന്ന മനുഷ്യനെ നമ്മൾ എന്തു വിളിക്കണം? സൂപ്പർ ഹീറോ എന്നോ സൂപ്പർമാൻ എന്നോ? വൊസീഞ്ഞ എന്ന കേപ്പ് വെർദെ ഗോളി ഇനി മുതൽ ഫുട്ബോളിലെ സൂപ്പർ ഗോളിയാണ്. കേപ്പ് വെർദെ എന്ന രാജ്യം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഫുട്ബോൾ ഇനിയും ആഘോഷിക്കപ്പെടുമെന്ന സൂചനയാണ് ലോക ചാമ്പ്യന്മാരെ ലയണൽ മെസ്സി നയിച്ച അർജന്റീനയെ വിറപ്പിച്ച പ്രകടനത്തിലൂടെ കേപ്പ് വെർദെ എന്ന ആഫ്രിക്കൻ രാജ്യം കായിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾ കേപ്പ് വെർദെയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയോ അവർ യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനെ ഗോളടിക്കാൻ സമ്മതിക്കാതെ പിടിച്ചുകെട്ടുമെന്ന്? 2 ഗോളടിച്ച ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വായെ 2 ഗോൾ തിരിച്ചടിച്ച് നിരാശപ്പെടുത്തുമെന്ന്? കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ വീഴ്ത്തിയ സൗദി അറേബ്യയെയും ഗോളില്ലാതെ മടക്കി അയക്കുമെന്ന്? ഒടുവിൽ ലോക ചാമ്പ്യന്മാരായ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയെ നോക്കൌട്ടിൽ അടിമുടി വിറപ്പിക്കുമെന്ന്? കാൽപന്ത് കളി ഉള്ളിടത്തോളം കാലം കേപ്പ് വെർദെ എന്ന കുഞ്ഞ് ആഫ്രിക്കൻ രാജ്യം ഓർമ്മിക്കപ്പെടും. ലോകകപ്പ് വേദിയിലെ മിന്നും പ്രകടനം അവരുടെ അടയാളപ്പെടുത്തലായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്തവർ, ഏതറ്റം വരെയും പൊരുതി നോക്കുന്നവർ. മെസ്സിയുടെ ഗോളിൽ പിന്നിലായ കേപ്പ് വെർദെയെ മധ്യനിര താരം ഡെറോയ് ഡുവാട്ടെ ഒപ്പമെത്തിക്കുന്നത് 59-ാം മിനിറ്റിലാണ്. അർജന്റീനയുടെ ഫൈനൽ തേർഡിൽ പന്ത് കൈമാറിക്കളിച്ച് എതിർ താരങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചൊരു ഘട്ടത്തിലാണ് ബോക്സിന് പുറത്തുനിന്നും ഡുവാട്ടയുടെ കരുത്തുറ്റ ഡ്രൈവ് ഷോട്ട് എമി മാർട്ടിനസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത്. പ്രതിരോധ താരങ്ങൾ കാഴ്ചക്കാരായി മാറിയ നിമിഷം, സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന മുഴുവൻ അർജന്റീന ആരാധകരും നിശബ്ദരായിപ്പോയ നിമിഷം. എക്സ്ട്രാ ടൈമിൽ 2-ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തുന്ന അർജന്റീനയെ 11 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ഞെട്ടിക്കുന്നുണ്ട് കേപ്പ് വെർദെ. സിഡ്നി ലോപ്പസ് കബ്രാൾ അർജന്റീന പോസ്റ്റിലേക്ക് തൊടുത്ത ആ ഒരു ഷോട്ടിൽ ഒരു ഗോളിനെ നിർവചിക്കുന്ന എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ടായിരുന്നു. ലോകോത്തര ഫോർവേഡുകളെ നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രതിരോധ താരത്തിൻ്റെ അതിശയിപ്പിക്കുന്ന ഗോൾ. പെർഫെക്റ്റ് എഡ്ജ് പൊസിഷനിങ്, അസാധ്യമായ കർവിംഗ് ട്രാജക്ടറി, എതിർ പ്രതിരോധ കോട്ടയെ പൊളിച്ച് പോസ്റ്റിൻ്റെ അങ്ങേ തലക്കിലേക്കുള്ള വളഞ്ഞുള്ള പന്തിൻ്റെ സഞ്ചാരം. എമി മാർട്ടിനസ് എന്ന വിസ്മയ ഗോളി പൂർണ്ണമായും ഡൈവ് ചെയ്തിട്ടും കിട്ടാതെ പോയ പന്തിൻ്റെ കണിശമായ പ്ലേസ്മെൻറ്റ്. വായുവിലുയർന്ന പന്തിൻ്റെ വേഗവും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയും നിലനിർത്തിക്കൊണ്ടുള്ള ഹാഫ് വോളി. പവറും കൺട്രോളും ബാലൻസ് ചെയ്തുള്ള ഈ ഷോട്ട് അക്ഷരാർത്ഥത്തിൽ അർജന്റീനയുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുന്നതായിരുന്നു. ലോക ഫുട്ബോളിലെ താരങ്ങളെ കാണാപ്പാടം പഠിക്കുന്ന ഫുട്ബോൾ പ്രേമിയുടെ തലച്ചോറിലേക്ക് തറച്ചു കയറുകയാണ് കേപ്പ് വെർദെയുടെ പേരുകൾ. അർജന്റീന ഗോൾമുഖത്ത് മിന്നൽ നീക്കങ്ങൾ നടത്തിയ മുന്നേറ്റ താരം ന്യൂനോ ഡാ കോസ്റ്റ, മിഡ്ഫീൽഡിൽ ഇടതുവശത്ത് ജൊവാനെ കബ്രാൾ, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളി മെനയുകയും എതിരാളികളുടെ മുനയൊടിക്കുകയും ചെയ്യുന്ന കെവിൻ പീന. ലോകകപ്പിൽ കേപ്പ് വെർദെയുടെ ആദ്യ ഗോൾ ഉറുഗ്വായ്ക്കെതിരെ നേടിയത് പീനയാണ്. മധ്യനിരയിൽ സെന്റർ ഭരിക്കുന്ന ഡുവാട്ടെ സഹോദരന്മാരായ ഡെറോയും ലാറോസും. അർജന്റീനയ്ക്കെതിരെ ആദ്യ ഗോൾ നേടിയത് ഡെറോ ഡുവാട്ടെയാണ്. ലോക ചാമ്പ്യന്മാർക്കെതിരെ സമനില ഗോൾ നേടിയ പ്രതിരോധ താരം സിഡ്നി ലോപ്പസ് കബ്രാൾ. ഉറുഗ്വായ്ക്കെതിരെ സമനില ഗോളടിച്ചത് ഹീലിയോ വരേലി എന്ന വിങ്ങറാണ്. അർജന്റീനയ്ക്കെതിരെയും പകരക്കാരനായി ഇറങ്ങി അവസാന നിമിഷം അദ്ദേഹം എതിരാളികളെ വിറപ്പിക്കുന്നുണ്ട്. പിന്നെ ഗോൾ വലയ്ക്ക് മുന്നിലെ അസാധ്യ മനുഷ്യൻ വൊസീഞ്ഞ. അയാൾ അല്ലായിരുന്നുവെങ്കിൽ ലയണൽ മെസ്സി മറ്റൊരു ഹാട്രിക്കിന് ഉടമയാകുമായിരുന്നു. കുഞ്ഞൻ ടീമുകളെന്നാൽ പ്രതിരോധ കോട്ട കെട്ടി ബസ് പാർക്ക് നടത്തി എതിർ ടീമുകളുടെ ക്ഷമ പരീക്ഷിക്കുന്നവരെന്ന ധാരണയെ പൊളിച്ചെഴുതുകയാണ് കേപ്പ് വെർദെ. ആക്രമണ മോഡ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടുകൂടിയാണ് കേപ്പ് വെർദെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സ് കവർന്നത്. ആക്രമിക്കുമ്പോഴും കളത്തിലെ അവരുടെ സൈനിക വിന്യാസത്തിൻ്റെ ആകൃതി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നത് എടുത്തു പറയണം. മെസ്സിയെപ്പോലും സാക്ഷിയാക്കി ബോക്സിൽ പന്ത് മൈനസ് പാസ് ചെയ്യുന്ന കേപ്പ് വെർദെ പ്രതിരോധ താരങ്ങളുടെ ആത്മവിശ്വാസം വേറെ ലെവലാണ്. കേപ്പ് വെർദെ ഈ ലോകകപ്പിൽ തോറ്റ ഏക മത്സരമാണ് റൗണ്ട് ഓഫ് 32-വിൽ അർജന്റീനയ്ക്കെതിരെ നടന്നത്. എന്നാൽ കളി കണ്ട ഒരാളുടെ മനസ്സിലും കേപ്പ് വെർദെ എന്ന രാജ്യം തോൽക്കുന്നില്ല എന്നതാണ് സത്യം. സ്കോർ ബോർഡ് സൂചിപ്പിക്കും പോലെ 3-2 എന്നത് ഒരിക്കലും ആ കുഞ്ഞു രാജ്യത്തിൻ്റെ പിഴവല്ല, മറിച്ച് പോരാട്ട വീര്യമാണ്. ജീവിതത്തിലും അതിജീവനം ആഗ്രഹിക്കുന്നവർക്കുള്ള പിടിവള്ളിയാണ് വൊസീഞ്ഞയുടെയും സംഘത്തിൻ്റെയും ആ പോരാട്ട വീര്യം. ഒരാളെയും അവർ ഭയക്കുന്നില്ല. ഒരുപക്ഷെ കളി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയിരുന്നുവെങ്കിൽ ഫുട്ബോൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നൊരു അട്ടിമറി കേപ്പ് വെർദെ തീർക്കുമായിരുന്നേനെ. ലോകകപ്പിൽ നിന്ന് അവർ താൽക്കാലികമായി മടങ്ങുന്നുവെന്നേയുള്ളൂ. അവർ ഫുട്ബോളിൻ്റെ പ്രതീക്ഷയായി മാറുകയാണ്. ഓരോ യഥാർത്ഥ ഫുട്ബോൾ പ്രേമിക്കും ഇനിയവർ ഹോപ്പ് വെർദെയാണ്.